നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് ട്രിക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന എന്നാൽ ഒറ്റനോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന ചില ട്രിക്കുകൾ പ്രയോഗിച്ചാൽ ഒറ്റനോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന 3 ചോദ്യങ്ങളാണ് കഴിഞ്ഞ LSTS എക്സാമിന് വന്ന 2 ചോദ്യങ്ങൾ, അതേപോലെ LD ക്ലർക്ക് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 3 ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിനേഷൻ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മുടെ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല എക്സാമിലും നമ്മൾ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നത് പോലും നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, അറിയുന്നത് പോലും എഴുതാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് എളുപ്പത്തിൽ ട്രിക്കിലൂടെയൊക്കെ കുറുക്കു വഴികളിലൂടെയൊക്കെ കിട്ടേണ്ട ഉത്തരങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു ട്രിക്കുകളാണ് നമ്മൾ ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗത്തുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് എന്ന സീരീസിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഒരു എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞു, 2ാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് നമുക്ക് LSTS എക്സാമിൽ തന്നെ വന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കോഡിൽ ലയൺ എന്നത് MNHK എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് കരുതുക. കൗ എന്നത് അതേപടി എഴുതുന്നത് എങ്ങനെയാണ്? എന്താണ് ചോദ്യം? ഒരു പ്രത്യേക കോഡിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ലയൺ എന്നത് MNHK എന്ന് എഴുതിയിട്ടുണ്ട്. കൗ എന്നത് അതേ കോഡിൽ എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിനെ നോക്കുമ്പോൾ LM ഇവിടെ ഒരു ബന്ധം കാണുന്നുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ കൗവിന്റെ ഇത് എഴുതാൻ പോവുകയാണെങ്കിൽ നോക്കുമ്പോൾ അടുത്തത് M ആണ്. അപ്പോൾ C കഴിഞ്ഞിട്ട് പിന്നെ D ആണ് തുടങ്ങേണ്ടത്. അപ്പോൾ D കൊണ്ട് തുടങ്ങുന്ന ഒരു ഓപ്ഷനും ആൻസറിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായി അങ്ങനെയല്ല അത് വരുന്നത് എന്ന് മനസ്സിലായി. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്തല്ല, ഇത് നേർക്കുനേരെയുള്ള ഒരു കോഡിംഗ് അല്ല. കാരണം L കഴിഞ്ഞിട്ട് ഇവിടെ M ആണ് വരുന്നത്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ C കഴിഞ്ഞിട്ട് അടുത്തത് D വരണം. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ സമയം ഏതായാലും പോകില്ല. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, L കഴിഞ്ഞിട്ട് ഇവിടെ M വരുന്നുണ്ട്. L ഇവിടെ M ആണ് വരുന്നത്, തൊട്ടടുത്ത അക്കാണ് വരുന്നത്. എന്നാൽ ഇവിടെ Cക്ക് തൊട്ടടുത്ത D ഇവിടെ വരുന്നില്ല. അപ്പം ആ ഒരു LM എന്നുള്ളത് അല്ല ഇവിടുത്തെ ബന്ധം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ LM ആയെങ്കിൽ ഇവിടെ CD ആണ് ആവേണ്ടത്. പക്ഷെ D കൊണ്ട് തുടങ്ങുന്ന ഒരൊറ്റ ആൻസറും എന്തിലില്ല, ഓപ്ഷനിലില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം ആ ഒരു ഓർഡറിലല്ല ഇത് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾ നോക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഡയറക്ഷനിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റിവേഴ്സ് N ആണ് അവസാനത്തെ അക്കം. ഈ N-ഉമായിട്ട് എന്തെങ്കിലും ബന്ധം ആദ്യത്തെ അക്കത്തിനുണ്ടോ നോക്കുക. ഇവിടെ N ആണ്, ഇവിടെ M ആണ്. ബന്ധമില്ലേ? N-ന് തൊട്ട് മുമ്പുള്ള ആൽഫബറ്റ് ആണ് ഏത്, M എന്ന് പറയുന്നത്. ഈ ബന്ധം ഇനി എല്ലാ അക്ഷരങ്ങളും പാലിക്കുന്നുണ്ടോ നോക്കുക. N, M ഓക്കെ. ഇനി ഇതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? O ആണ്. ഇവിടെ M-ന് തൊട്ട് മുമ്പുള്ള N തൊട്ട് മുമ്പുള്ള M ആണ് ഇവിടെ വന്നത്. ആ കണക്കിന് ഇവിടെ എന്ത് വരണം? ഓയുടെ തൊട്ട് മുമ്പുള്ള N ആണ് രണ്ടാമത് വരേണ്ടത്. അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തേതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്നുകൂടി നോക്കാം. I ഇവിടെ വന്നു. I ആണെങ്കിൽ H ആണ് അവിടെ വരേണ്ടത്. H തന്നെയാണ് വന്നത്. അതായത് Iയുടെ തൊട്ട് മുമ്പത്തെ അക്കം അവിടെ മൂന്നാമതായിട്ട് വന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നാലാമത് വരുന്നത് ഇവിടെ L ആണ്. ഇവിടെ നാലാമത് L വന്നപ്പോൾ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് നാലാമത് വരേണ്ടത് L-ന് തൊട്ട് മുമ്പുള്ള K ആണ്. ഇവിടെ Kയും വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ കുറേ നോക്കിയിട്ട് സമയം കളഞ്ഞിട്ട് 5 മിനിറ്റ് ഒക്കെ പോയ ആളുകളുണ്ട്. പക്ഷെ ഇത്രയേ ഉള്ളൂ. നമ്മൾ LM എന്നുള്ള ബന്ധമല്ല എന്ന ഓപ്ഷൻ തന്നെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അടുത്ത നമ്മൾ റിവേഴ്സ് ഓർഡർ ആണ് നോക്കേണ്ടത്. റിവേഴ്സ് ഓർഡർ നോക്കിയപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ റിവേഴ്സ് ഓർഡറിൽ ഇപ്പൊ W ആണ് ഇവിടെ വരുന്നത്. Wയുടെ റിവേഴ്സ് ഓർഡർ വരുമ്പോൾ Wയുടെ തൊട്ട് മുമ്പുള്ള V ആണ് ആദ്യത്തെ അക്ഷരം വരേണ്ടത്. ഒന്ന് നോക്കൂ, ഇവിടെ V ഉള്ളത് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ആൻസർ ഒന്നും ഈ ചോദ്യകർത്താവ് തന്നിട്ടില്ല. ഇവിടെ ഒക്കെ നോക്കുക, നമുക്ക് ഈ Wയുടെ തൊട്ട് മുമ്പുള്ള V ആണ് ഇവിടെ ആദ്യം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ V വരുന്ന ആകെ ഒരു ഓപ്ഷനെ ഇവിടെ ഉള്ളൂ. അപ്പൊ അതിന് ആൻസർ കിട്ടി. നമ്മൾ ബാക്കിയുള്ള കൂടി കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ രണ്ടാമത് വരുന്നത് O ആണ്. അവിടുന്ന് അങ്ങോട്ട് രണ്ടാമത് വരുന്ന O ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് രണ്ടാമത് വരേണ്ടത് ഓയുടെ തൊട്ട് മുമ്പുള്ള അക്കമാണ്. ഏതാണ് തൊട്ട് മുമ്പുള്ള അക്കം? N ആണ് അല്ലെ. ആ N തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. V ഓക്കെ, N ഓക്കെ.
ഇനി നോക്കുക, ഇവിടെ മൂന്നാമത് അവിടെ നിന്ന് അങ്ങോട്ട് മൂന്നാമത്തത് സി ആണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാമത് വരേണ്ടത് സിയുടെ തൊട്ട് മുമ്പുള്ള ആൽഫബറ്റ് ആണ്, അത് ബി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ കിട്ടേണ്ടതായിരുന്നു. വളരെ കുറഞ്ഞ ഒരു മിനിറ്റിന് താഴെ തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ആൽഫബറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഈ ഒരു ഓർഡർ നോക്കിയാൽ തൊട്ട് പിറകിൽ നിങ്ങൾ നോക്കേണ്ടത് ഇതല്ല എന്നുണ്ടെങ്കിൽ നോക്കേണ്ടത് റിവേഴ്സ് ഓർഡറിലാണോ വരുന്നത് എന്ന് നോക്കിയാൽ മതി. അതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ആൻസർ കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇതിനെ പോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സമാനമായ ഒരു ക്വസ്റ്റ്യൻ കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒന്നുകൂടി ഇത് ക്ലിയർ ആകും. ഒരു കോഡ് പ്രകാരം സൈമൺ എന്നത് ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് എഴുതുന്നില്ല കേട്ടോ, സമയം കളയണമെന്ന് വിചാരിച്ചിട്ട് മൊത്തം എഴുതുന്നില്ല. സൈമൺ എന്നത് എന്ത് എഴുതാണ്? സൈമൺ എന്നത് OPN JT എന്നാണ് എഴുതുന്നത്. അതേ കോഡ് വെച്ചിട്ട് രാഹുൽ എന്ന് എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. രാഹുൽ എന്ന് എങ്ങനെ എഴുതും? അതായത് ഒരു കോഡ് വെച്ചിട്ട് സൈമൺ എന്നതിനെ OPNJT എന്നാണ് എഴുതുന്നത്. അതേ കോഡ് വെച്ചിട്ട് രാഹുൽ എന്നതിനെ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ SBI VM. ഓപ്ഷൻ ബി MVI BS. ഓപ്ഷൻ സി BIM VS. ഓപ്ഷൻ ഡി SIV MV. എന്താണ് ചോദ്യം? ഒരു കോഡ് പ്രകാരം സൈമൺ എന്നതിനെ OPNJT എന്ന് എഴുതും, രാഹുൽ എന്നതിന് അതേ കോഡ് വെച്ചിട്ട് എങ്ങനെ എഴുതും? ഇത് നോക്കുക. ഇവിടെ ബന്ധം എന്ന് പറയുന്നത് എസിന്റെ ബന്ധം എന്ന് പറയുന്നത്, ഇവിടെ എസിന്റെ O നോക്കുമ്പോൾ എസ് O നമ്മളുടെ ബന്ധം എന്താണ്? ഒരു 3 അക്ഷരം ബാക്കിലാണില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എസിന്റെ 3 അക്ഷരം ബാക്കിലുള്ള അക്ഷരമാണ് ഇവിടെ വന്നത്. എസിന്റെ 3 അക്ഷരം ബാക്കിലുള്ള അക്ഷരം എന്ന് പറയുമ്പോൾ O കഴിഞ്ഞിട്ട് PQR കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത്. അത് എസിന്റെ 3 അക്ഷരം പിറകിലുള്ള ആൽഫബറ്റ് ആണ് അവിടെ ആദ്യം വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറിന്റെ 3 അക്ഷരം പിറകിലുള്ള ആൽഫബറ്റ് നോക്കുക. N ആണ് വരേണ്ടത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏത് വരണം? അതാണെങ്കിൽ N ആണ് വരേണ്ടത്. പക്ഷെ എന്തില്ല, N കൊണ്ടുള്ള ഒരക്ഷരം പോലും ഇവിടെ ഇല്ല. ഒരു ഓപ്ഷൻ പോലും N കൊണ്ട് തുടങ്ങുന്നതില്ല. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ആ ഒരു ഓർഡറിലല്ല ഇത് വരുന്നത് എന്ന് മനസ്സിലായി. സോ ഇനി നമ്മൾ നോക്കേണ്ടത്, അപ്പൊ ഈ ഒരു ഓർഡറിലല്ല ആറിന്റെ എസിന്റെ ഇതാണ് O എങ്കിൽ ഇവിടെ ആറിന് ഇവിടെ എന്ത് വരണം? N വരണം. പക്ഷെ N കൊണ്ട് തുടങ്ങുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് റിവേഴ്സ് ഓർഡർ ഓക്കെ ആണെന്ന് നോക്കാം. ഇവിടെ അവസാനത്തത് N ആണ്. ഈ അവസാനത്തെ N-ഉം ഈ ആദ്യത്തെ ഓയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ബന്ധമുണ്ടല്ലോ അല്ലെ? N കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആൽഫബറ്റ് ആണ് O വരുന്നത്. അപ്പൊ N O ആ ബന്ധം ഓക്കെ ആണ്. ഇനി ഓയും പിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതും ഓക്കെ ആണ്. O കഴിഞ്ഞിട്ട് തൊട്ടടുത്തതാണ് P വരുന്നത്. ഇനി എമ്മിന്റെ തൊട്ടടുത്ത N വരുന്നു, ഐയുടെ തൊട്ടടുത്ത J വരുന്നു, എസിന്റെ തൊട്ടടുത്ത T വരുന്നു. അപ്പൊ ആ ഓർഡറിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി L വെച്ചിട്ട് നോക്കാം. L കഴിഞ്ഞിട്ട് അടുത്തത് ഏതാ വരേണ്ടത്? M ആണ് വരേണ്ടത് അല്ലെ? ഇവിടെ ആദ്യം വരേണ്ടത് M ആണ്. അപ്പൊ M കൊണ്ട് തുടങ്ങുന്ന ഓപ്ഷൻ എത്ര ഉണ്ട് ഇവിടെ? ഇവിടെ ആകെ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന് നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്കൊന്ന് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം ബാക്കിയുള്ള അക്ഷരം കൂടി കറക്റ്റ് ആണോ. ഒന്ന് U കഴിഞ്ഞാൽ അടുത്തത് എന്താ വരേണ്ടത്? V ആണ് വരേണ്ടത് അല്ലെ? V വരണം. H കഴിഞ്ഞാൽ I വരണം. A തൊട്ടടുത്ത ആൽഫബറ്റ് B വരണം. R-ന് S വരണം. കറക്റ്റ് അല്ലേ?
അപ്പൊ കറക്റ്റ് ആണ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് സെയിം ഓർഡറിൽ, അതായത് അതിൽ തന്നിരിക്കുന്ന അതേ ഓർഡറിൽ തന്നിരിക്കുന്ന കോഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. അത് ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് നേരെ റിവേഴ്സ് ഓർഡറിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ സമയമൊന്നും അതിന്മേൽ നിങ്ങൾക്ക് കളയേണ്ടി വരില്ല. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടാറ്റ PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഡിസംബർ 1 ആരംഭിക്കുകയാണ്. പ്രിലിംസ് പ്ലസ് മെയിൻസ് ഓൺലൈൻ ബാച്ചാണ്. നമുക്കറിയാവുന്നതുപോലെ 999 രൂപ മാത്രമാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. LSTS പരീക്ഷയ്ക്ക് നല്ല നിലയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിച്ചത് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു. എവിടെ നിന്നാണോ PSC ചോദ്യം ചോദിക്കുന്നത് ആ ഏരിയയിൽ നിന്ന് തന്നെ ആ ഒരു PSCയുടെ ചോദ്യ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും അതോടൊപ്പം PDF നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. മുഴുവൻ ഭാഗവും സിലബസിൻ്റെ മുഴുവൻ ഭാഗവും സ്പെഷ്യൽ ടോപ്പിക്ക് അടക്കം പേപ്പർ 1ഉം പേപ്പർ 2ഉം കൃത്യമായിട്ട് നമുക്ക് പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ടാറ്റ PSC നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ സാധിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. PSC ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. മലപ്പുറം ഇടുക്കി ജില്ലകൾക്ക് വേണ്ടി നടത്തിയ LDC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം നോക്കാം. ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 20 മിനിറ്റിൽ സഞ്ചരിച്ച ദൂരം എത്ര? ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ നോക്കുമ്പോൾ. കാരണം ഒരു മണിക്കൂറിൽ 75 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. നമുക്കറിയാം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ 75 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഞ്ചരിച്ച ദൂരം മിനിറ്റിനേക്കാൾ കൂടുതലാണല്ലേ. 60 മിനിറ്റിൽ 75 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ 2 ഓപ്ഷൻ കട്ട് ചെയ്യാം. ഈ 15ഉം കട്ട് ചെയ്യാം, 20ഉം കട്ട് ചെയ്യാം. എന്തുകൊണ്ട്? 20 മിനിറ്റിൽ സഞ്ചരിച്ച ദൂരമാണ് ചോദ്യം. 60 മിനിറ്റിൽ 75 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഏതായിരുന്നാലും 20 മിനിറ്റിൽ എത്ര സഞ്ചരിക്കും? 20 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കൂലേ? അത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു ഒരു മണിക്കൂറിൽ 75 കിലോമീറ്റർ ആണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഈ 60 മിനിറ്റിൽ 75 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം 1 മിനിറ്റിൽ 1 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 20 കട്ട് ചെയ്തു, 15 കട്ട് ചെയ്തു. കാരണം 20 മിനിറ്റിൽ 20 കിലോമീറ്ററിൽ കൂടുതൽ ഏതായിരുന്നാലും ഈ ട്രെയിൻ സഞ്ചരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി 35, 25 2 ഓപ്ഷൻ ഉണ്ട്. ഈ 2ൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. അപ്പൊ 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇവിടെ 35 ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു യുക്തി പ്രയോഗിച്ചു കഴിഞ്ഞാൽ, കാരണം 60 മിനിറ്റിൽ എത്ര സഞ്ചരിക്കുന്നുള്ളൂ? 75 മിനിറ്റേ സഞ്ചരിക്കുന്നുള്ളൂ. കാരണം അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റിൽ വെറും 15 കൂടുതലുള്ളൂ. 60 മിനിറ്റിൽ തന്നെ മിനിറ്റിനേക്കാൾ 15 കിലോമീറ്റർ അവിടെ കൂടുതൽ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ അതിന് 3-1 20 എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 15 ഏതായാലും കൂടുതൽ ഉണ്ടാവില്ലല്ലോ. ഇവിടെ 20-നേക്കാൾ 15 കൂടുതലുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 60നെ 3 ആയിട്ട് ഭാഗിക്കാം. 60 മിനിറ്റിനെ 3 ആയിട്ട് ഭാഗിക്കാം. അപ്പൊ 60നെ 3 ആയിട്ട് ഭാഗിക്കുമ്പോൾ 20 ആകും. അതേപോലെ 75നെ 3 ആയിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 കിട്ടും. അങ്ങനെയും പെട്ടെന്ന് ഇതും ഞാൻ പറഞ്ഞതുപോലെ 1 മിനിറ്റിൽ. ചിലപ്പോൾ ഈ ഓപ്ഷൻ തന്നെ ഇതിൽ 35 വന്നതുകൊണ്ടാണ്. ഇത് 20ന് താഴെയുള്ള ഒരു സംഖ്യ ആയിരുന്നുവെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടുമായിരുന്നു. ഈ ഒരു ഓപ്ഷനിൽ മാത്രം 35 വന്നെങ്കിൽ നമ്മൾ ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാകും. കാരണം 60 മിനിറ്റിൽ 75 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വണ്ടി ഓടുമ്പോൾ മിനിറ്റിനേക്കാൾ ഒരു 15 കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നുള്ളൂ. അപ്പൊ 20 മിനിറ്റിന്റെ കണക്ക് നോക്കുമ്പോഴും ഈ 15 കിലോമീറ്റർ അധികം ഉണ്ടാവില്ല. കാരണം അതിന്റെ ആനുപാതികമായിട്ട് കുറയുമല്ലോ. അങ്ങനെ ആ ഒരു യുക്തി നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും 25 എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 60 മിനിറ്റിന്റെ 3-1 20 എന്നുള്ളത്. 60ന് 3-1 20 എന്നുള്ളത് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 60ന് 3-1 ഈ 75നെയും 3-1 കഴിഞ്ഞാൽ 25 എന്ന ആൻസർ കിട്ടും. അപ്പൊ എത്ര സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും നോക്കൂ. ഒരു അര മിനിറ്റ് വേണ്ട, അതിന് മുമ്പ് തന്നെ ആൻസർ കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും. ഇതൊക്കെ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇത്തരം ട്രിക്കുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സാധാരണ ഇക്വേഷനൊക്കെ ഇതൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ഇതിന് നഷ്ടപ്പെടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കണ്ടെത്തി കറുപ്പിച്ച് പോരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇത്തരം ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം 5ഓളം ക്വസ്റ്റ്യന്
നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇത്രയും ട്രിക്കി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഈ ട്രിക്ക് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ എത്ര സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇത് നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ എല്ലാ എക്സാമിനേഷനും വരാറുണ്ട് ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ ട്രിക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ അംഗമാവുക. അടിപൊളിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.